Good morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തൊന്ന് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഇന്നലെ എടുത്തത് നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? പരമാവധി ഓരോ ദിവസം എടുക്കുന്നത് അന്നൊരു 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഒരു 10 മിനിറ്റ് എടുത്തൊന്ന് നോക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടാ. എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പോലെ ചാപ്റ്റേഴ്സ് ആണോ? അതിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എക്സാം അറ്റൻഡ് കുറച്ചുകൂടി ലെങ്തി ആണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടാ. ഓക്കെ അല്ലേ? ആർക്കൊരു മറുപടി ഇല്ലല്ലോ? Yes, ma'am. എന്തായാലും ഇനി ഈ കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇനി വേണ്ടി ഇത്തിരി സമയം കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ, റെഡ്യൂസ്ഡ് ഫോർത്ത് പോയിന്റ് അല്ലേ പറയാനുള്ളത്? ഇനി ബെനിഫിറ്റ്സിൽ ഫോർത്ത് പോയിന്റ് അല്ലേ പറയാനുള്ളത്? ഓക്കെ. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. എന്താണ് നമുക്ക് ടേൺ അറൗണ്ട് ടൈം അല്ലെ? ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ലബോറട്ടറിയിലെ ടേൺ അറൗണ്ട് ടൈം? നമ്മ ആ റിസൾട്ട് കിട്ടാനായി വെയിറ്റ് ചെയ്യേണ്ട ടൈം അല്ലെ? നമ്മ ഒരു സാമ്പിൾ കൊടുത്തു, അതിന്റെ റിസൾട്ട് കിട്ടാനായി എടുക്കുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം അല്ലെ? ലബോറട്ടറിയിൽ അങ്ങനെയല്ലേ പഠിച്ചേ? ആണോ? ആണ്. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സിൽ ഒക്കെ ടേൺ അറൗണ്ട് ടൈം എന്താണ്? നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ ആവശ്യമായ ടൈം അല്ലേ? റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. എന്താ ഇതിൽ പറയുന്നത്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. നമുക്ക് ടേൺ അറൗണ്ട് ടൈം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ടൈം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ സാധിക്കുന്നു. Streamline your hospital workflows by automating routine jobs like appointments or stock management. Appointments ഒക്കെ എന്താണ്? ഹോസ്പിറ്റലിൽ ഡെയിലി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ? ആണോ? സ്റ്റോക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക അല്ലെ? അത് അപ്പോയിന്റ്മെന്റ്സുകളെല്ലാം ദിവസേന നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ എന്താണ് ഈ സ്റ്റോക്ക് മാനേജ്മെന്റ്, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്താണ്? അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ പതിവ് ജോലികൾ എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ, അതായത് സിസ്റ്റം വഴി ചെയ്യുന്നതിലൂടെ ആശുപത്രിയുടെ വർക്ക് ഫ്ലോകൾ നമുക്ക് എന്താണ് കാര്യക്ഷമമാക്കാൻ പറ്റൂല്ലേ? എഫിഷ്യന്റ് ആയിക്കൂടെ? നമുക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സാധിക്കുന്നു. ഓരോ മെറ്റീരിയൽസും എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന സിസ്റ്റത്തിൽ നോക്കി തന്നെ നമുക്ക് അപ്പൊ തന്നെ അറിയാൻ സാധിക്കുന്നു അല്ലെ? ആണോ? അപ്പൊ അതെന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് വർക്ക് ഫ്ലോസ് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? കാര്യക്ഷമമാക്കാൻ സാധിക്കുന്നു. This decrease the time and effort required to perform these jobs and the turnaround time. എന്താണ് ഇത്? ഈ ജോലികൾ നിർവഹിക്കുന്നത്, ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക, സ്റ്റോക്ക് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ജോബ്സുകൾ എന്ത് ചെയ്യാണ്? അവര് എഫേർട്ട് കുറയ്ക്കല്ലേ ചെയ്യുന്നേ? അവരുടെ എഫേർട്ട് കുറയ്ക്കുന്നു, ഈസി ആക്കുകയും അതിനെടുക്കേണ്ട ടേൺ അറൗണ്ട് ടൈമുകള് കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു സാധനത്തിന്റെ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള സമയം, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി വരുന്ന സമയങ്ങളൊക്കെ കുറയ്ക്കാനായി
സാധിക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്. അതുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എന്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു? ഗുരുതരമായ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസിലേക്ക് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? അവരുടെ ടേൺ അറൗണ്ട് ടൈമുകൾ കുറയ്ക്കുന്നത് വഴി അവർക്ക് എന്താണ് അവരുടെ ജോബ് ഈസി ആക്കുകയും അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സാധിക്കുകയും അവർക്ക് എന്താണ് പേഷ്യന്റ് കെയർ ഗുരുതരമായ പരിചരണങ്ങൾ നൽകുന്ന മേഖലയിലേക്ക് എന്താണ് അവരുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം, ഒരു ഡോക്ടറിനെ കാണണം. പണ്ടൊക്കെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി ഒന്നില്ലെങ്കിൽ എഴുതിയിടൂല്ലേ, ബുക്കിൽ എഴുതിയിടല്ലേ? ഈ പണ്ടത്തെ ഡോക്ടേഴ്സിന്റെ അടുത്ത് എങ്ങനെയാണ് പോയി അവരെ വീടുകളിലൊക്കെ ആണെങ്കിൽ ടോക്കൺ എടുക്കും, അതല്ലെങ്കിൽ അവരൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അവിടെ പോയി നമ്മ പേര് എഴുതിയിടും, ഇത്ര നമ്പർ നേരെ അല്ലെ. ഇപ്പൊ എന്താണ് നമ്മ വീടുകളിൽ ഇരുന്ന് വിളിക്കുകയാണ് അല്ലെ, ഫോൺ ചെയ്യും. ഹോസ്പിറ്റലിലേക്കാണെങ്കിലും വീടുകളിലേക്കാണ് വിളിച്ചില്ലേ, ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് വേണോ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ? വേണോ? വേണ്ട. അപ്പൊ അതെന്താണ് നമ്മുടെ ടൈം ലാഭിക്കുകയാണല്ലേ ചെയ്യുന്നത്. നമുക്ക് അവിടെ പോവണ്ട, അവിടെ പോയി എഴുതിയിടണ്ട അല്ലെ, ജസ്റ്റ് കോൾ ചെയ്യാം, ഇന്ന ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറയാ, അപ്പോയിന്റ്മെന്റ്സ് എഴുതിയ, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം, കട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തുകൊണ്ടാണ് ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുന്നു എന്ന് പറയുന്നത്? അതല്ല, നമ്മ അവിടെ പോണെങ്കിൽ എന്താണ്, നമ്മ അത്രയും ദൂരം പോവണം, അവിടെ പോയി എഴുതിയിടണം, തിരിച്ചു വരണം, വീണ്ടും പോണം അല്ലെ. ആ സമയമാകുമ്പോ ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ട സമയമാകുമ്പോ വീണ്ടും പോകണം. അപ്പൊ അതൊന്നും ഇല്ലാത്തത് എന്താണ്, ഹോസ്പിറ്റലിലെ ടേൺ അറൗണ്ട് ടൈമുകൾ കുറയ്ക്കുന്നു, നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്നു അല്ലെ. നെക്സ്റ്റ്, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. കോസ്റ്റ് എങ്ങനെയായിരിക്കും ചെലവ് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്? Introducing an HMS can lead to significant cost saving for hospital. എന്താണ് ഒരു HMS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം? എന്താണ് ഹോസ്പിറ്റലുകൾക്ക് ഗണ്യമായ ചിലവ്, അവർക്ക് വരുന്ന എക്സ്പെൻസ് കോസ്റ്റ് എന്താണ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഇത് ഹെൽപ്സ് ബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. എന്താണ് ഇത്? അഡ്മിനിസ്ട്രേഷന്റെ ജോലി ഭാരത്തെ, ഓവർഹെഡിനെ കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ അല്ലെ, റിസോഴ്സുകൾ കറക്റ്റ് രീതിയിൽ അലോക്കേറ്റ് ചെയ്യും, ഓരോ ഏരിയകൾക്കും ആവശ്യമായ കറക്റ്റ് റിസോഴ്സുകൾ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് റെഡ്യൂസിങ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് അല്ലെ, മെഡിക്കൽ സപ്ലൈസ് വഴി നമുക്ക് പാഴായി പോകുന്ന വേസ്റ്റേജ് വരുന്ന സാധനങ്ങളെ കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? HMS എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് അഡ്മിനിസ്ട്രേഷന്റെ ഓവർ ഹെഡ് അല്ലെ, അവര് ജോലി ഭാരത്തെ കുറയ്ക്കുന്നുണ്ടോ? അവർക്ക് ഒരുപാട് ഫയലുകൾ ക്യാരി ചെയ്യണ്ട അല്ലെ, ഒരുപാട് ഫയലുകൾ സൂക്ഷിക്കണം അവർക്ക് അഡ്മിനിസ്ട്രേഷനില വേണ്ട അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ട ഇൻഫോർമേഷൻസ് അവർക്ക് എങ്ങനെ അയക്കാൻ പറ്റുന്നു? സിസ്റ്റം വഴി അയക്കാം അല്ലെ, അച്ചൂടെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർക്ക്? എന്തൊക്കെ ചെയ്യാൻ പറ്റും അഡ്മിനിസ്ട്രേഷനില്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചല്ലേ ഒരു ചാപ്റ്റർ? എന്തൊക്കെ കാര്യങ്ങളാണ് പറ? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അഡ്മിനിസ്ട്രേഷനില്? ഒന്നുമില്ല. തിരക്ക് കുറയ്ക്കാണ്. ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാ? കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനവും നമ്മൾ എന്താണ് അവർക്ക്
കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് സിസ്റ്റം വഴി എല്ലായിടത്തേക്ക് അവർക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കില്ലേ? അതൊക്കെ അവര് ജോലിഭാരം കുറയ്ക്കുകയാണല്ലേ. പിന്നെ എന്താണ് എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ അല്ലെ. ഓരോ ഏരിയയിൽക്കും ആവശ്യമായ ഇപ്പൊ ICUയിലേക്ക്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇൻപേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഫാർമസിയിലേക്ക്, അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായ റിസോഴ്സുകൾ, വിഭവങ്ങളൊക്കെ അവര് എത്തിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ കറക്റ്റ് രീതിയിൽ? പിന്നെന്താണ് വേസ്റ്റേജ് തടയാൻ സാധിക്കില്ലേ? കൂടുതൽ ഓവർ സ്റ്റോക്ക് വരുന്നത് തടയാൻ പറ്റില്ലേ സിസ്റ്റം വഴി? കറക്റ്റ് രീതിയിൽ അവർക്ക് എന്താണ് ആ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് ഇത്? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. And HMS can also maximize revenue streams by making sure timely billing and reducing claim denials. എന്ന് വെച്ചാല് എന്താണ്? സമയബന്ധിതമായ, ഒരുപാട് സമയമൊന്നും കാത്തു നിൽക്കാതെ പേഷ്യൻസിന് എന്താണ് സമയബന്ധിതമായ ബില്ലിംഗ് ഉറപ്പാക്കുക അല്ലെ. കുറച്ച് സമയം കൊണ്ട് അവരെ ബില്ലിംഗ് ഉറപ്പാക്കുക, ക്ലെയിം നിഷേധങ്ങൾ കുറയ്ക്കുക. ഇൻഷുറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അതെന്താണ് നിഷേധിക്കുക അല്ലെ, ഡിനേ ചെയ്യുന്നത് ഇല്ലാതാക്കുക, ക്ലെയിം നിഷേധങ്ങൾ കുറയ്ക്കുക എന്നിവ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. നമ്മ ഇൻഷുറൻസിൽ പറഞ്ഞിരുന്നില്ലേ ഇവിടെ? ഇൻഷുറൻസ് മാനേജ്മെന്റ് പറഞ്ഞോ? അതിൽ പറഞ്ഞില്ലേ ഇൻഷുറൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവര് സേവ് ചെയ്യുന്നു അല്ലെ. അവർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻസ് ആ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുന്നതാരാ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ വരുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളെ നിഷേധിക്കുകയില്ലോ ചില സമയത്ത്, അത്രയും പേയ്മെന്റ് ഒന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്ലെയിം ഡിനൈൽസ്, നിഷേധങ്ങള് ഇപ്പൊ ഓരോ ഇൻഷുറൻസ് പോളിസികൾക്കും മാക്സിമം ഒരു പേയ്മെന്റ് ഉണ്ട് അല്ലെ. ഇത്ര എമൗണ്ട് വരെ ക്യാഷ് സെറ്റിൽമെന്റ് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊക്കെ ക്ലെയിം നിഷേധിക്കല് തടയുന്നത് കുറയ്ക്കുന്നു. കൂടാതെ എന്താണ് ബില്ലിങ് ആ കറക്റ്റ് ടൈമിൽ, ഒരുപാട് ടൈമില് ആ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിക്കാതെ കറക്റ്റ് ടൈമിൽ ബില്ലിംഗ് നടത്താൻ സാധിക്കുന്നതിലൂടെ റവന്യൂ ഹോസ്പിറ്റലിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്സ് റിപ്പോർട്ട്. എങ്ങനെയാണ് ഓരോ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ആണ് അല്ലെ. സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി അല്ലേ. അപ്പൊ എന്താണ്? An HMS can give valuable insight regarding operations by generating real-time reports on various metrics such as patient flow, occupancy rates, and income generation. രോഗികളുടെ ഒഴുക്ക് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളുടെ ഫ്ലോ, ഓക്യുപ്പൻസി റേറ്റ്, അതായത് ഓരോ റൂമുകളിലും എത്ര റൂമുകളിൽ പേഷ്യൻസ് താമസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഓക്യുപ്പൻസി റേറ്റ്, ആൻഡ് ഇൻകം ജനറേഷൻ അല്ലെ, എത്ര വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട് എന്നിവ പോലുള്ള വിവിധ മെട്രിക്സുകൾ, എന്താണ് അളവുകോലുകള് തത്സമയം ഇതൊക്കെ ഓരോന്നും സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് അല്ലെ. ആണോ? ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യല്ലേ. അപ്പൊ തത്സമയ റിപ്പോർട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് സൃഷ്ടിക്കുന്നതിലൂടെ എന്താണ് പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള വിലയേറിയ ഇൻസൈറ്റ് റിഗാർഡിംഗ് ഓപ്പറേഷൻസ് അല്ലെ, വിലയേറെ ഉൾക്കാഴ്ചകൾ ഇൻസൈറ്റ് തരാനായിട്ട് നമുക്ക് HMS സഹായിക്കുന്നു. ക്ലിയർ ആയോ? വേരിയസ് എന്ന് വെച്ചാല് പേഷ്യൻസിന്റെ ഫ്ലോ, എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഫ്ലോ, ഓക്യുപ്പൻസി റേറ്റ്, ഏതൊക്കെ റൂമുകളിലെ പേഷ്യൻസ് താമസിക്കുന്നുണ്ട്, ഇൻകം ജനറേഷൻ, അവർക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ തത്സമയം ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ, എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ്
ഇൻസൈറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എന്താണ് ഒരു വിലയേറിയ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻസ് എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയേറിയ ഉൾക്കാഴ്ച നൽകാൻ സാധിക്കുന്നു. This helps you to make data-driven decisions, improve process and optimize resources. ഇത് എന്തിലേക്കാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത്? ഡാറ്റ-ഡ്രിവൻ ഡിസിഷൻസ് അല്ലെ, എന്താണ് നമുക്ക് ഡാറ്റ അധിഷ്ഠിതമായ ഓരോ ഡാറ്റയും ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ് പ്രോസസ്സുകൾ അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഒപ്റ്റിമൈസ് റിസോഴ്സസ്, എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാക്കാനും സാധിക്കുന്നു. ഒപ്റ്റിമൈസ് ചെയ്താല് റിട്രീവ് ചെയ്യാം. നമുക്കിപ്പോ സ്റ്റോക്കുകൾ എന്തെങ്കിലും തീർന്നു പോയിട്ടുണ്ട്, സ്റ്റോക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായ, സെൻട്രലൈസ് ചെയ്ത. And HMS helps to build a centralized platform. HMS എന്തിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതമായി, എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് സിസ്റ്റം വഴി കണക്ട് ചെയ്തേക്കാണ് അല്ലെ? ആണോ? സിസ്റ്റംസ് വഴി കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിലേക്ക് എന്താണ് മാനേജിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജിങ് ആക്ടിവിറ്റീസ്, ഓരോ സ്ഥലങ്ങളിലെയും പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യാനായിട്ട്, കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ് സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം, കേന്ദ്രീകൃതമായ പ്ലാറ്റ്ഫോമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. allowing hospital to streamline their administrative process. പ്രവർത്തനങ്ങൾ എന്താണ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ എന്താണ് കേന്ദ്രീകൃതമായി സിസ്റ്റങ്ങൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇറ്റ് എൻഷുർസ് കൺസിസ്റ്റൻസി ബിയോണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്കാൾ കൂടുതൽ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു ഇല്ലേ? സ്ഥിരത ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരുത്തര് പ്രവർത്തിക്കുമ്പോ എന്താണ് ഒരു സ്ഥിരതയില്ലാത്ത പോലെ വരും അല്ലെ? ഇപ്പൊ സിസ്റ്റത്തിൽ എന്താണോ എൻറ്റർ ആവുന്നത് അതേപോലെ അല്ലേ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടാവും അല്ലെ? സിസ്റ്റം വഴി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എങ്ങനെയായിരിക്കും? ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ? പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ എന്താണ് ഇറ്റ് എൻഷുർ, ഇങ്ങനെ സിസ്റ്റം വഴി ചെയ്യുന്നതിലൂടെ എന്താണ് കൺസിസ്റ്റൻസി ബിയോണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാൾ കൂടുതൽ സ്ഥിരത കൈവരിക്കാനായിട്ട് ഉറപ്പ് നൽകാൻ സാധിക്കുന്നു. ദിസ് ക്യാൻ എൻഹാൻസ് എഫിഷ്യൻസി. ഇതെന്താണ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. മിനിമൈസ് എറേഴ്സ്, എന്താണ് തെറ്റുകൾ കുറയ്ക്കുന്നു. ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യൻസ് കെയർ, എന്താണ് രോഗി മൊത്തത്തിലുള്ള പേഷ്യൻസിനെ ഓവറോൾ ഉള്ള പരിചരണം ബെറ്റർ ആക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എന്താണ് കൈകാര്യം ചെയ്യുന്നതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കൈകാര്യം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു കേന്ദ്രീകൃത ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനായിട്ട് HMS-ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് കഴിയുന്നു. ഇത് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെ സ്ഥിരത കൈവരിക്കുമ്പോഴെന്താണ് അവിടുത്തെ എഫിഷ്യൻസി, കാര്യക്ഷമത, എറേഴ്സ് ഇല്ലാതെ അല്ലെ, തെറ്റുകളില്ലാതെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. ബെറ്റർ ഓവറോൾ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന്റെ മൊത്തത്തിലുള്ള പരിചരണം ബെറ്റർ ആക്കാൻ എന്താണ് മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. എന്തായിരിക്കും അപ്പൊ അതിൽ പറയുന്നത്? റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്
എന്തായി മെഡിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റുകൾ അല്ലെ? എന്തൊക്കെ കാര്യങ്ങളിലാണ് തെറ്റുകൾ സംഭവിക്കുക ഹോസ്പിറ്റലില്? മരുന്നുകളിൽ അല്ലെ, ട്രീറ്റ്മെന്റുകൾ സംഭവിക്കാം, മെഡിസിനിൽ സംഭവിക്കാം. പിന്നെ എന്താണ്? മിസ് ഡയഗ്നോസിസ് ചെയ്യാലോ, തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്താലോ. മെഡിക്കൽ റിപ്പോർട്ടുകള്, ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ, തെറ്റായി കൊടുക്കാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ് റെഡ്യൂസ് ചെയ്യാൻ, മിസ്റ്റേക്കുകള്, മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായി സാധിക്കുന്നു. And HMS can help reduce medical errors by providing doctors and nurses with update patients information. എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്ത് അല്ലെ? ഇപ്പൊ അവർക്ക് പുതിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും പുതിയ മെഡിസിനുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ വിവരങ്ങളും അല്ലെ? അങ്ങനെ പേഷ്യൻസിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ എന്താണ് ഡോക്ടേഴ്സിനും നഴ്സിനും എന്താണ് മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ്, ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് ഓർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇത് എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എന്തിന്റെയൊക്കെ അപകടങ്ങൾ കുറയ്ക്കുന്നു? മിസ്ഡയഗ്നോസിസ്, തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്തുക, കറക്റ്റ് അല്ലാത്ത എന്താണ് തെറ്റായ ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ നൽകുക, ആൻഡ് ഓർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ഇവർക്ക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ടാകുന്നത് കുറയ്ക്കാനൊക്കെ സാധിക്കുന്നു. ക്ലിയറായോ? മരുന്ന് കഴിക്കുമ്പോഴുള്ള അപകട സാധ്യത കുറയ്ക്കാനും, ഇൻകറക്റ്റ് ആയിട്ട് തെറ്റായ രീതിയിൽ ചികിത്സ നടത്തുന്നത് തടയാനും, തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്തുന്നത് തടയാനൊക്കെ ഇത് സഹായിക്കുന്നു. ക്ലിയറായോ? റെഡ്യൂസ് റീഅഡ്മിഷൻ ആൻഡ് re-hospitalization areas. എന്താണ് re-hospitalization rates? And HMS can also decrease readmission and re-hospitalization rates by ensuring timely follow-ups. കറക്റ്റ് രീതിയിൽ ടൈംലി ഫോളോ അപ്പ് നടത്തുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലില് റീഅഡ്മിഷൻ, രണ്ടാമത് അവരെ വീണ്ടും അഡ്മിഷൻ ചെയ്യുക, റീഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ മിസ് പറഞ്ഞില്ലേ ഇവർക്ക് റിമൈൻഡേഴ്സ് കൊടുക്കുന്നു, ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട് അല്ലെ, ചെക്കപ്പിന് സമയമായിട്ടുണ്ട്, ലാബ് ടെസ്റ്റിന് സമയമായിട്ടുണ്ട് എന്നുള്ള റിമൈൻഡേഴ്സ് കൊടുക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ കറക്റ്റ് രീതിയിൽ അവരെ എന്താണ് ഫോളോ അപ്പ് ചെയ്യിക്കുന്നതിലൂടെ വീണ്ടും അവരെ റീഅഡ്മിഷൻ നടത്തുക, രണ്ടാമത് വീണ്ടും ഹോസ്പിറ്റലിൽ റീഹോസ്പിറ്റലൈസേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. This increase patient outcomes and minimize complication risk. ഇതെന്താണ് പേഷ്യൻസിന്റെ ഔട്ട്കംസ്? പേഷ്യൻസിന്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ ഹെൽത്ത് അല്ലെ? ഗുഡ് ഹെൽത്ത് ആണോ? സാറ്റിസ്ഫാക്ഷൻ അല്ലെ? റിക്കവറി. ഇനി പറയാലോ സാറ്റിസ്ഫാക്ഷൻ, റിക്കവറി. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഔട്ട്കംസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ആൻഡ് ഇപ്പൊ മിനിമൈസ് കോംപ്ലിക്കേഷൻ റിസ്കുകൾ അല്ലെ? പേഷ്യൻസിന്റെ സങ്കീർണതകൾ കുറയ്ക്കാൻ, കോംപ്ലിക്കേഷൻ സങ്കീർണതകൾ കുറയ്ക്കാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. Next, important features of health information system. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ആരോഗ്യ വിവര സംവിധാന ഇതിലെ എന്താണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? പേഷ്യന്റ് പോർട്ടൽ, പേഷ്യന്റിന്റെ പോർട്ടൽ. പേഷ്യന്റ് പോർട്ടൽ ഈസ് പേഷ്യൻസിന്റെ പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ ആരോഗ്യ രേഖകള്
സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിയുള്ള ഒരു സുരക്ഷിത ഓൺലൈൻ സംവിധാനത്തെയാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ ആരോഗ്യരേഖകള്, അവരെ കുറിച്ചുള്ള ഹെൽത്ത് റെക്കോർഡ്സുകള്, ഹെൽത്ത് കാര്യങ്ങള്, ഇൻഫോർമേഷൻസ് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സുരക്ഷിത ഓൺലൈൻ സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ. അവർക്ക് അതിലേക്ക് എന്താണ്, നമ്മൾ ജിമെയിലേക്കൊക്കെ കയറുമ്പോ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക്, ഫേസ്ബുക്ക് ഒക്കെ കയറുമ്പോ എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യണോ, പാസ്വേഡ് അടിച്ചു കൊടുക്കണോ, മെയിൽ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കണോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അല്ലെ. അതേപോലെ ഇവർക്ക് എന്താണ്, സുരക്ഷിതമായി ഈ പേഷ്യൻസിന് മാത്രമാണ് അവരിലേക്ക് എന്താണ് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെക്യൂർഡ് ആയിട്ട് മറ്റുള്ള ആളുകള് എന്താണ് വേണ്ട തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ തടയുന്നു. നോക്കിയേ എന്തൊക്കെയാ പറയുന്നത്, ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞാണ് കേട്ടോ മിസ്. The patient portal is an unavoidable features of the health information system. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സവിശേഷതയാണ് പേഷ്യന്റ് പോർട്ടൽ. ഇറ്റ് ഈസ് എ പ്രോഗ്രാം, ഇതൊരു പ്രോഗ്രാം ആണ് അല്ലെ. ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, എന്താണ് പേഷ്യൻസിന്റെ വിവരങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെ, അതേപോലെ തന്നെയുള്ളതാണ് പേഷ്യന്റ് പോർട്ടലോ. ബട്ട് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് is that these patients can have secure online entry to their medical records. എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്ന, നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്, പേഷ്യൻസിനെ അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് സുരക്ഷിതമായിട്ട്, ഇപ്പൊ പാസ്വേഡ് ഒക്കെ കൊടുത്തങ്ങായിട്ട് എന്താണ് സുരക്ഷിതമായി അവർക്ക് എൻറ്റർ ചെയ്യാൻ കയറാൻ സാധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ, എൻട്രി ടു ദി മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളിലേക്ക് അവർക്ക് സുരക്ഷിതമായി കയറാൻ സാധിക്കുന്നു. എന്നിട്ട് അറേഞ്ചിങ് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ഡോക്ടേഴ്സ്, അവർക്ക് ഡോക്ടർക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് പാസ് ചെയ്യാൻ സാധിക്കുന്നു. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, അവരുടെ മെഡിക്കൽ ബില്ലുകൾ പരിശോധിക്കാൻ സാധിക്കുന്നു. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ, എന്താണ് പേയ്മെന്റുകൾ ഓൺലൈൻ വഴി അവർക്ക് നടത്താനായി സാധിക്കുന്നു. ഇപ്പൊ ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് അടക്കണം അല്ലെ, ഡോക്ടർക്ക് ഫീസ് അടക്കണോ? അപ്പൊ അങ്ങനെയുള്ള പേയ്മെന്റുകൾ അവർക്ക് എന്താണ് നടത്താനായി സാധിക്കുന്നു. All they require is smart equipment to avail themselves of the maximum benefits of the future. ഈ ഫ്യൂച്ചറിന്റെ ഈ സവിശേഷതയുടെ ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് ഇവർക്ക് എന്ത് മാത്രമാണ് വേണ്ടത്? നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റ് പോർട്ടലിന്റെ എന്താണ് പരമാവധി പ്രയോജനം ലഭിക്കണമെങ്കിൽ പേഷ്യൻസിന്റെ കയ്യിൽ എന്ത് വേണം? സ്മാർട്ട് എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ. മൊബൈലോ ടാബോ ലാപ്ടോപ്പോ ഇന്റർനെറ്റ് അല്ലെ ഒക്കെ വേണ്ടേ? അവരെ കയ്യിൽ സ്മാർട്ട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ പേഷ്യന്റ് പോർട്ടലിന്റെ എന്താണ് പരമാവധി പ്രയോജനങ്ങൾ ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? നമ്മുടെ കയ്യിൽ ഒരു മൊബൈലോ ടാബോ ലാപ്ടോപ്പോ ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് കയറാൻ പറ്റുമോ? വാട്സപ്പിൽ മെസ്സേജുകൾ നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് പോർട്ടൽസ് ലഭിക്കണമെങ്കിൽ, അതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പേഷ്യൻസിന്റെ കയ്യില് സ്മാർട്ട് എക്യുപ്മെന്റ്സുകൾ വേണം. ക്ലിയർ ആയോ അത്? ഓക്കെ അല്ലേ? Instead of following the age-old process of arranging doctor's appointment, they may just log into their account in the patient portal. എന്താണ്
പഴയ ഓൾഡ് ഏജ് പ്രോസസ്സ്, ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കണമെങ്കിൽ ഓൾഡ് ഏജ് പ്രോസസ്സ് അല്ലെ, പഴക്കമുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുന്നത് എന്താണ്, നല്ലതാണോ? അപ്പൊ നമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ വീടുകളിൽ ചെന്ന് അല്ലെങ്കിൽ ചെന്ന് കാണിട്ട് ബുക്കില് നോട്ടിൽ എഴുതി വെക്കുക, ടോക്കൺ എടുക്കുക അല്ലെ, അതെന്താണ് ഓൾഡ് ഏജ് അപ്പോയിന്റ്മെന്റ്സ് ദാറ്റ് മേ ജസ്റ്റ് ലോഗിൻ. ഇതിലെന്താണ് പിന്തുടരുന്നതിന് പകരം ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള പ്രക്രിയകള് പിന്തുടരുന്നതിന് പകരം ഇപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം, പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിക്കാം അല്ലെ. They may just log into the online appointments use ചെയ്യാം. That may just logging into their account in the patient portal. എന്താണ് പേഷ്യന്റിന്റെ പോർട്ടൽ, രോഗിയുടെ പോർട്ടലിലെ അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് എന്താണ് ലോഗിൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. Have an understanding of the availability of their doctors അല്ലെ, ഏത് ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് അപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. And make an appointments according to their convenience and doctors availability അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു, പേഷ്യൻസിന്റെ സൗകര്യത്തിനനുസരിച്ച് അല്ലെ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുത്തൂടെ. ഇപ്പൊ പേഷ്യൻസിന് ഉച്ചക്ക് ശേഷം പോവാൻ പറ്റുള്ളൂ അല്ലെ, ആഫ്റ്റർനൂൺ പോകാൻ പറ്റുള്ളെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ ഏത് ഡോക്ടേഴ്സ് ആണോ കൂടുതൽ, ഏത് ഡോക്ടേഴ്സ് ആണോ ഉള്ളത് ആ ഡോക്ടേഴ്സിന് എടുക്കും അല്ലെ. പേഷ്യൻസിന്റെ സൗകര്യത്തിനനുസരിച്ച് ഡോക്ടറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ. After arranging the appointment, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഡോക്ടറുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് അതിനുശേഷം എന്ത് ചെയ്യണം, ആഫ്റ്റർ അറേഞ്ചിങ് ദ അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു. They can verify the bill. നമ്മൾ ബില്ല് നോക്കണം അല്ലെ, ബില്ല് എടുക്കണ്ടേ ഓൺലൈൻ ആയിട്ട്. They can verify the bill and make the payment, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പേയ്മെന്റ് അടയ്ക്കാം. Or set the details or future payment, അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇതിനു വേണ്ടി സെറ്റ് ചെയ്യാം. ചിലപ്പോ പേഷ്യൻസ് ക്ലെയിം ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. ട്രീറ്റ്മെന്റും പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കിട്ടി എല്ലാത്തിനു ശേഷം എന്താണ് പേയ്മെന്റ് നടത്താം അല്ലെ, ഓവറോൾ പ്രോസസ്സിന് ശേഷം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം. ഓക്കെ, പേയ്മെന്റ് നടത്തി സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഭാവി ഫ്യൂച്ചർ പേയ്മെന്റിന് വേണ്ടി അവര് ഡീറ്റെയിൽസുകൾ സെറ്റ് ചെയ്യുന്നു. ദ പോപ്പുലാരിറ്റി ഓഫ് ദി പേഷ്യന്റ് പോർട്ടൽ ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ. ഇപ്പൊ എന്താണ് ഈ ഇങ്ങനെയുള്ള പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിക്കുന്നത് ഡേ ബൈ ഡേ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷന്റെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ. Since it enhances accessibility for patients and keeps transparency between the patients and their treatment process. എന്താണ് ഇത് പേഷ്യൻസിന് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത്? പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റൂ അല്ലെ, ലഭ്യമാക്കാൻ പറ്റില്ലേ? അവരുടെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലെ, അവർക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ ഈസി ആയിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാനൊക്കെ സാധിക്കുന്നു. കൂടാതെ എന്താണ് ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത സൃഷ്ടിക്കാൻ സാധിക്കില്ലേ? അവരുടെ ട്രീറ്റ്മെന്റ് പ്രോസസ്സും പേഷ്യൻസും തമ്മിൽ ഒരു സുതാര്യത നിലനിർത്താൻ സാധിക്കുന്നു. അവരുടെ റെക്കോർഡുകൾ, ഹെൽത്ത് റെക്കോർഡുകൾ എന്തായിരിക്കും? സെക്യൂർഡ് ആയിരിക്കും അല്ലെ. പേഷ്യന്റ് പോർട്ടലില് സെക്യൂർഡ് ആയിരിക്കോ? ആളുകള് എന്താണ് മറ്റു തരത്തിൽ മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ സെക്യൂർഡ് ആയിരിക്കും അല്ലെ. ഏത് ഡോക്ടർക്കും ഏത് സ്ഥലത്ത് ഇരുന്നെങ്കിൽ വേണമെങ്കിൽ എന്താണ് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഏത് ഡോക്ടർക്കും ഏത് ഹോസ്പിറ്റലിൽ ഇരുന്ന് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്തൂടെ? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തൂടെ? പറ്റോ? അപ്പൊ എന്താണ് ഇത്? പേഷ്യൻസും പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെയും ഇടയിൽ ഒരു സുതാര്യത, ട്രാൻസ്പെറൻസി നിലനിർത്തുന്നു.
ക്ലിയർ ആയോ അത്? Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലുകാര് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന്റെ പരിമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ട പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. ക്ലിയർ ആയോ? ബിൽഡ് themselves as dependable ones. ആ ഹോസ്പിറ്റലിന്റെ പരിമിതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ ആയോ? ക്ലിയർ ആയോ? പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ. നെക്സ്റ്റ് മെഡിക്കൽ ബില്ലിംഗ്. എന്താണ് മെഡിക്കൽ ബില്ലിംഗ്? ഓൺലൈൻ നമുക്ക് ബില്ല് ചെയ്യുന്നുള്ള ടൈം കുറയ്ക്കാം അല്ലെ? അല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യണം? ബില്ല് ചെയ്യണമെങ്കിൽ, ബില്ലിംഗ് നടത്തണമെങ്കിൽ ബില്ലിംഗ് സെക്ഷന്റെ മുമ്പില് ഒരുപാട് നേരം ക്യൂ നിന്ന് അല്ലെ? വേണോ? ക്യൂ നിന്ന് നമ്മുടെ സമയമാകുമ്പോഴാണ് നമുക്ക് ബില്ലടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, നമ്മൾ ഒരുപാട് നേരം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇതെന്താണ്? ഈ ഓൺലൈൻ ബിൽ പേയ്മെന്റ് അല്ലെ? ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് അല്ലെ, ഗ്യാസിന്റെ ബില്ലുകളൊക്കെ എങ്ങനെയാണ് പേയ്മെന്റ് എടുക്കുന്നത്? ഓൺലൈൻ വഴിയാണ് അല്ലെ? അത് നമ്മുടെ ജോലി കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? ഓൺലൈൻ ബില്ലിംഗ് ജോലി കുറയ്ക്കുന്നു അല്ലെ? ഒരു 2-3 ക്ലിക്കിലൂടെ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? 2-3 ക്ലിക്കുകളിലൂടെ അല്ലെ? ഇത് മെഡിക്കൽ ബില്ലിംഗ് എന്താണ്, നമുക്ക് ഈസി ആക്കി തീർക്കുന്നു അല്ലെ? നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾസ് ഓൾ ദ ബില്ലിംഗ് വർക്ക്. എന്താണ് ഓൺലൈൻ ബില്ലിംഗ് ഫീച്ചേഴ്സ്, സവിശേഷത എന്താണ്? കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ഓൾ ബില്ലിംഗ് വർക്ക്, എല്ലാ ബില്ലിംഗ് വർക്കുകളെയും നിയന്ത്രിക്കുന്നു. വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓൺ ടൈം ദാൻ യൂഷ്വൽ. നമുക്ക് സാധാരണ വരുന്ന ടൈമിലും കുറവ് സമയം എടുത്തും കാണിട്ട് എല്ലാ ബില്ലിംഗ് വർക്കുകളും കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. Gone are the days when hospitals spend a major amount of time controlling all the appointments and billing. ഹോസ്പിറ്റലില് എന്താണ് സാധാരണയായി ഒരു ദിവസം ഹോസ്പിറ്റലില് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിനും ബില്ലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? ആണോ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ നേരം എവിടെയായിരിക്കും? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും അല്ലെ, ബില്ലുകൾ അടക്കാനും അല്ലേ ക്യൂ നിൽക്കേണ്ടി വരുന്നത്? മെഡിസിന് വാങ്ങാൻ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്? കൺട്രോളിങ് ഓൾ ദ ഹോസ്പിറ്റലിലെ മേജർ എമൗണ്ട് ഓഫ് ടൈമും, ഭൂരിഭാഗം സമയവും നമ്മൾ ചെലവാക്കുന്നത് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാനും ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. Now with the medical billing feature, patients billing, insurance details, patient tracking. എന്താണ് ഈ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ്? എന്തൊക്കെ കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ബില്ലിങ്ങിനെ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഒക്കെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. പേഷ്യൻസ് ട്രാക്കിംഗ്, പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെന്റ് പ്രോസസ്, എന്താണ് പേഷ്യൻസിന്റെ പേയ്മെന്റ് പ്രോസസ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എവറിത്തിങ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് ദി കേപ്പബിലിറ്റി. ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്, മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കേപ്പബിലിറ്റിയോടുകൂടിയായിരിക്കും അല്ലെ? അതിന്റെ കഴിവോടുകൂടി നല്ല രീതിയിലായിരിക്കും ഓരോ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. You can even accept a notification alert if there is any delay or other issue in payment so that you can take action according to the norms. എന്താണ് ഇപ്പൊ നമ്മ എന്തെങ്കിലും പേയ്മെന്റ് നടത്തുമ്പോ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട്, താമസം വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു അലേർട്ട് വരുന്നു, നോട്ടിഫിക്കേഷൻ അലേർട്ട് വരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിനു വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ, പ്രവർത്തനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ?
ഇപ്പൊ നമ്മ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോ നമ്മുടെ മൊബൈലിൽ നിന്ന് നടത്തുമ്പോ അത് ചിലപ്പോ പോയില്ലെങ്കിൽ നമുക്ക് അലേർട്ട് വരാറുണ്ടോ? ഫെയിൽഡ് അല്ലേ? ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഫെയിൽഡ് അല്ലേ? അത് വരാറില്ലേ? അതെന്താണ്? ഒരു അലേർട്ട് അല്ലേ ഇത്? അലേർട്ട് ആണോ? ആണ്. അപ്പൊ എന്താണ് നമുക്ക് ഈ പേയ്മെന്റുകൾ നടത്തുമ്പോ എന്തെങ്കിലും താമസം നേരിടുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെ, ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമുക്കത് അലേർട്ട് തരികയും എന്നിട്ട് അതിന് അനുസൃതമായിട്ട് നടപടികൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസിന് ഷെഡ്യൂൾ ചെയ്യാം അല്ലെ, അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകള്. just as the patient portal. എന്താണ് patient portal പോലെ തന്നെ എന്താണ് ഒന്നാണ് patient scheduling. with patient scheduling, patient can arrange their own appointments by merely logging into their respective accounts. എന്താണ് പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്, their own appointments, അവരുടെ അപ്പോയിന്റ്മെന്റ്സുകള് എന്താണ് അവർക്ക് ലോഗിൻ ചെയ്യുന്നതിലൂടെ എന്താണ് അവരുടെ അക്കൗണ്ട്സിലേക്ക്, അവർക്ക് അവരുടെ റെസ്പെക്റ്റീവ് അക്കൗണ്ടിലേക്ക്, ആ പേഷ്യൻസിന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സാധിക്കുന്നു. This way they neither should wait in line in front of the doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointments. ഇത് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാതാക്കുന്നു? ഇങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ എന്താണ് പേഷ്യൻസിന് ഡോക്ടേഴ്സ് ചേംബറിന്റെ ഉള്ളിൽ അല്ലെ, ഡോക്ടേഴ്സിന്റെ ആ ചെക്കപ്പ് ചെയ്യുന്ന റൂമിന്റെ മുമ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അല്ലെ. വെയിറ്റ് ചെയ്യാണ്ട. പിന്നെ എന്താണ് ക്ലിനിക്കിന്റെ മുമ്പിൽ പോയി ഒരുപാട് നേരം, റിസപ്ഷന്റെ മുമ്പിൽ പോയി വെയിറ്റ് ചെയ്യണ്ട. പിന്നെ എന്താണ് ക്ലിനിക് റിപ്പീറ്റഡ്ലി to call in the clinic repeatedly to have an appointmentന് വേണ്ടി ഒരുപാട് സമയം ക്ലിനിക്കിലേക്ക് തുടർച്ചയായി വിളിക്കണ്ട അല്ലെ. അവർക്ക് എന്താണ് അവരുടെ അക്കൗണ്ടിലേക്ക് ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു അല്ലെ. ആണോ? അപ്പൊ അതുവഴി അവർക്ക് എന്താണ് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, റിസപ്ഷന്റെ മുമ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട. കൂടാതെ എന്താണ് ക്ലിനിക്കിലേക്ക് ഒരുപാട് സമയം റിപ്പീറ്റ് ആയിട്ട് തുടർച്ചയായിട്ട് അവർക്ക് വിളിക്കേണ്ടി വരില്ല. They can even go with their convenience with the availability of the doctor and make appointments accordingly. എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡോക്ടറെ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നു അല്ലെ. ആണോ? അപ്പൊ അവർ സ്ഥിരം കാണുന്ന പേഷ്യൻസ് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ചില പേഷ്യൻസ് ചിലപ്പോ ആ ഡോക്ടർ ചിലപ്പോ ആഫ്റ്റർനൂൺ ആവായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈവനിങ് ആവായിരിക്കുന്നത്. അപ്പൊ അവരുടെ സൗകര്യത്തിന്, ഈ പേഷ്യന്റിന്റെ സൗകര്യവും ഡോക്ടറുടെ ടൈം അനുസരിച്ച് അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? Next, this feature is beneficial to the care providers. എന്താണ് ഇത്? പേഷ്യൻസിന് മാത്രമല്ല ബെനിഫിറ്റ്സ് ആയിട്ടുള്ള, ഗുണമായിട്ടുള്ളത്. പിന്നെ ആർക്കാണ്? കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. ഡോക്ടേഴ്സിന് സൗകര്യമല്ലേ. They can allot their staff, ഡോക്ടേഴ്സിന് അവരുടെ സ്റ്റാഫുകളെ അലോട്ട് ചെയ്യാൻ സാധിക്കുന്നു. ടെസ്റ്റ് റൂംസ്, അവർക്ക് വേണ്ട റൂംസുകള്, അവർക്ക് വേണ്ട അപ്പാരറ്റസ് ഒക്കെ അവർക്ക് തന്നെ അലോട്ട് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പേഷ്യൻസ്, സ്ഥിരമായി കാണുന്ന പേഷ്യൻസ് വരുമ്പോ ഡോക്ടർക്ക് അറിയാം അല്ലെ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരും, അവർക്ക് എന്തൊക്കെ അപ്പാരറ്റസ് യൂസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അറിയാലോ ഡോക്ടർക്ക്. അപ്പൊ ഡോക്ടർക്ക് അതിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ?
ഓക്കെ ആണോ? മിസ് എടുക്കുന്നത് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്ത് പറ്റി? കുറെ പേരൊക്കെ പോയല്ലോ, ബോറടിക്കുന്നുണ്ടോ? എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആവും, ചെയ്യാൻ പറ്റും. മിസ് ഇങ്ങനെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ഇതൊക്കെ എന്താണ് തിയറി ആയിട്ട് പറഞ്ഞു തരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ? ഓക്കെ. ഈ പ്രിസ്ക്രൈബിങ് എന്താണ്? ഈ പ്രിസ്ക്രൈബിങ് ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബിങ് അല്ലേ? സിസ്റ്റത്തില് തന്നെ ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്താണ്? ദിസ് സോഫ്റ്റ്വെയർ ഇൻ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആക്ട്സ് ആസ് ദ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്. ഈ സോഫ്റ്റ്വെയർ എന്തിനെയാണ്? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടി പ്രക്രിയയെ സഹായിക്കുന്നു അല്ലെ? ഉത്തേജിപ്പിക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു അല്ലെ? നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് പേപ്പറിൽ കൊടുക്കാതെ എന്താണ്? നമുക്ക് ഇലക്ട്രോണിക്കലി സിസ്റ്റം വഴി പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നു അല്ലോ. ഡോക്ടേഴ്സിന് അല്ലെ പ്രിസ്ക്രിപ്ഷൻ ചീറ്റില് എഴുതിയൊന്നും കൊടുക്കാതെ അവരെ സിസ്റ്റത്തിൽ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഇതെന്ത് കുറയ്ക്കുന്നു? എറേഴ്സ് കുറയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? Okay. Normally done by the staff members of the medical practitioner office. ഇത് സാധാരണയായി ചെയ്യുന്നത് മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടേഴ്സിന്റെ ഓഫീസിലെ സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അറിയാം ചില ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഡോക്ടർ കൂടെ ചിലപ്പോൾ ഡോക്ടർ തന്നെ ടൈപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ സിസ്റ്റത്തിലേക്ക്? അതല്ലെങ്കിൽ ഡോക്ടർ കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും അല്ലെ? ഡോക്ടറും ചെയ്യും. കൂടാതെ എന്താണ്? ചിലപ്പോ ഡോക്ടർ കൂടി ഇരിക്കുന്ന സ്റ്റാഫുകളും ചെയ്യുന്നില്ലേ? ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെ? അസിസ്റ്റന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? നോർമലി ഇത് ചെയ്യുന്നത് മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടറിന്റെ ഓഫീസിലെ സ്റ്റാഫ് മെമ്പർ ആയിരിക്കും. They are able to send and fill the prescription of every patient to the pharmacies ഓൺലൈൻ. എന്താണ്? അവര് പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫാർമസിയിലേക്ക് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുന്നു. ഓൾസോ ദേ ക്യാൻ ട്രേസ് ദ എൻറ്റയർ പ്രോസസ്. അവർക്ക് കൂടാതെ എന്തുകൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്? എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്. അവർക്ക് അത് ആ പ്രിസ്ക്രിപ്ഷന്റെ ട്രേസ് ചെയ്യാൻ, അത് എവിടെ അവരുടെ പ്രോസസ് പ്രക്രിയകളെ എവിടം വരെയായി എന്ന് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ടേക്ക് എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്. അവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം, നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാനും സാധിക്കുന്നു. ഇപ്പൊ അവര് ജസ്റ്റ് ഒരു മെഡിസിൻ അയച്ചു കൊടുത്ത് അപ്പൊ പറയാണ് ഫാർമസിയിൽ ആ മെഡിസിൻ ഇല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് മാറ്റി കൊടുക്കാൻ പറ്റില്ലേ? മരുന്നുകള് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? മാറ്റി എഴുതാൻ പറ്റൂല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അതിന്റെ എൻറ്റയർ പ്രോസസ് ഓരോ പ്രോസസ്സുകളും ട്രൈസ് ചെയ്ത് അതിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായി ആവശ്യം വരുമ്പോ അവർക്ക് ആക്ഷൻ എടുക്കാനായും സാധിക്കുന്നു. ദിസ് വേ ദ ഹോൾ പ്രോസസ് ബിക്കം ക്വിക്ക്, സേഫ് ആൻഡ് ഫ്രീ ഓഫ് എറർ. അതുകൊണ്ട് ഈ പ്രോസസ് എന്തായിരിക്കും? നമുക്ക് ക്വിക്കായിട്ട് പെട്ടെന്ന് ചെയ്യാനും സുരക്ഷിതമായി ചെയ്യാനും എറർ ഫ്രീ ആയിട്ട് തെറ്റുകളില്ലാതെ ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡോക്ടർ റൂമിൽ ഇരുന്ന് പ്രിസ്ക്രിപ്ഷൻസ് ഓൺലൈൻ വഴി എന്ത് ചെയ്യുന്നു? സിസ്റ്റം വഴി ഫാർമസിയിലേക്ക് അയക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ ചീട്ടിൽ എഴുതി തരാണ്, പ്രിസ്ക്രിപ്ഷൻ ചീട്ടില് ഫയലിൽ എഴുതി തന്നാൽ എന്ത് പറ്റും? നമ്മൾ ചിലപ്പോ ഫാർമസിയുടെ മുമ്പിൽ ചെന്ന് വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്ന് കഴിയുമ്പോഴായിരിക്കും സിസ്റ്റ് ഫയലും കൊണ്ടുവരുന്നത് അല്ലേ? ആണോ?
അപ്പൊ അത്രയും നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തോ? അപ്പൊ ഇത് ചുക്കാക്കുന്നു, സേഫ് ആക്കുന്നു അല്ലെ? എറർ ഒന്നും ഇല്ലാണ്ട്. ചിലപ്പോ നമ്മ പറഞ്ഞില്ലേ ഡോക്ടർ എഴുതി തന്നത് മനസ്സിലാകാതെ നമുക്ക് എന്ത് പറ്റും? മരുന്നുകൾ മാറിത്തരാലോ. ഡോക്ടേഴ്സ് എഴുതുന്ന അബ്രിവിയേഷൻസ് അല്ലെ മനസ്സിലാകാതെ എന്ത് പറ്റും? റിസ്കുകൾ സംഭവിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് സേഫ് ആക്കാനും എറർ ഫ്രീ എറർ അല്ലെ, എറർ തെറ്റുകളില്ലാത്ത രീതിയിലാക്കാനും സാധിക്കുന്നു. ക്ലിയർ അല്ലേത്? പിന്നെ നെക്സ്റ്റ് വരുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. കേട്ടിട്ടുണ്ടോ അത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളില് ഇച്ചിരി പ്രായമായവരുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത്. രണ്ട് തരത്തില് റിമോട്ട് പേഷ്യൻസ് മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. ഒന്ന് എന്താണ്, നമ്മുടെ വീടുകളില് ഈ കൊറോണ വന്നപ്പോ ഉണ്ടാകുന്ന പൾസ് ഓക്സിമീറ്റർ അല്ലെ ഉണ്ടായിരുന്നോ? മിക്കവരും വാങ്ങിച്ചിട്ടുണ്ടായി ആ സമയത്ത്. BP അപ്പാരറ്റസ് വാങ്ങിച്ചിട്ടുണ്ടായില്ലേ മിക്കവരും? ഷുഗർ നോക്കുന്നത് അല്ലെ? പിന്നെ എന്താണ് വെയിറ്റിംഗ് മെഷീൻ. അപ്പൊ ഇങ്ങനെയുള്ള വൈറ്റൽസ് നോക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ചിലപ്പോ പ്രായമായവർക്ക് ഒരു ക്ഷീണം വരാണ്. അപ്പൊ BP നോക്കിയിട്ട് എന്ത് ചെയ്യും? BP കുറവാണെങ്കിൽ അല്ലെ അവരെ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെയല്ലേ ചെയ്തിരുന്നത് കൊറോണയുടെ സമയത്ത്. അല്ലെങ്കിൽ പൾസ് കുറയുമ്പോ എന്താണ്, കൊറോണയ്ക്ക് വന്ന് പൾസ് ഓക്സിമീറ്ററിൽ പൾസ് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അല്ലെ? സിറ്റുവേഷൻ മോശമായപ്പോ അവരെ ഹോസ്പിറ്റലിൽ. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള വൈറ്റൽസിന്റെ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞ പേഷ്യൻസ് തന്നെ, അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെ വീട്ടിലുള്ളവര് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം അല്ലെ? കൊണ്ടുപോകാൻ പറ്റോ? ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ ഡാറ്റാബേസിലേക്ക് ഡോക്ടർ അവിടെ നിന്ന് ഡോക്ടറുടെ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് കാണുന്ന എന്ത് ചെയ്യാണ്? ഇവരുടെ വൈറ്റൽസിന്റെ ഇൻഫർമേഷൻസ് വിവരങ്ങൾ എടുത്തിട്ട് അവർക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, അവരെ ചെക്കപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അങ്ങനെ രണ്ട് രീതിയിൽ നടക്കാം. എന്താണ്, പേഷ്യൻസിന്റെ ഡാറ്റാബേസിലേക്ക് ഡോക്ടറുടെ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഡോക്ടറും ഇവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നിട്ട് ഡോക്ടർക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം. അങ്ങനെ നടക്കാം. അതല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസ് സ്വന്തമോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെയുള്ളവരെന്താണ് ഇങ്ങനെയുള്ള വൈറ്റൽസ് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ക്ലിയർ ആയോ? രണ്ട് ടൈപ്പ് remote patient monitoring. Okay, this is another aspiring features of health information system. Hospital information, health information systemത്തിലെ എന്താണ് മറ്റൊരു aspiring features, അഭിലഷണീയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് remote patient monitoring, which enables access the patient's ഡീറ്റെയിൽസ് ഈസിലി. എന്താണ്, ഇതുവഴി നമുക്ക് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് നമുക്ക് ലഭ്യമാക്കാൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദി പേഷ്യൻസ്. എന്താണ്, ഇത് രോഗികളുടെ വിവരങ്ങളിലേക്ക് ഡോക്ടേഴ്സിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുകയും രോഗികൾക്ക് നല്ല ആരോഗ്യ പരിരക്ഷ, ഗുഡ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിരക്ഷ നൽകാനും ഡെലിവറി ചെയ്യാനും സാധിക്കുന്നു. ആൻഡ് മിറ്റിഗേറ്റ് സെവർ കണ്ടീഷൻ എക്സ്പെൻസസ്. ഇന്ന് ഒരുപാട് പൈസ അല്ലെ, വലിയ ചെലവ് കുറയ്ക്കാനും എക്സ്പെൻസ് കുറയ്ക്കാനും സാധിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക്, വിവരങ്ങളിലേക്ക് ഡോക്ടേഴ്സിന് ഈസിലി ആയിട്ട് എത്തിച്ചേരാനും എന്താണ്, പേഷ്യൻസിന് ഡോക്ടേഴ്സിന് നല്ല ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം നൽകാനും സാധിക്കുന്നു. കൂടാതെ എന്താണ്,
എക്സ്പെൻസ് കുറയ്ക്കാനും സാധിക്കുന്നു. ഇപ്പൊ ഈ കിടപ്പ് രോഗികളാണ്, അതല്ലെങ്കിൽ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ആംബുലൻസ് ഒക്കെ വിളിക്കേണ്ടി വരും അല്ലേ? വരുമോ? അപ്പൊ അതെന്താണ്? ആംബുലൻസ് വിളിക്കുന്നതൊക്കെ എക്സ്പെൻസ് ആണോ? എക്സ്പെൻസ് ആണോ? അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസ് കുറയ്ക്കാനും സാധിക്കുന്നു. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ പേഷ്യൻസ് ഹു ആർ എക്സ്പീരിയൻസിങ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. റിമോട്ട് പേഷ്യൻസ് മോണിറ്ററിംഗ് എന്താണ്? വളരെ യൂസ്ഫുൾ ആണ്, ഉപയോഗമുള്ളതാണ്. ഏത് പേഷ്യൻസിന്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് അല്ലെ, വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർക്ക് എന്താണ്? വളരെ ഹെൽപ്ഫുൾ ആണ്. ഡോക്ടേഴ്സ് യൂസ് ദ ഇൻഫർമേഷൻ സ്ട്രോക്ക്. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ പ്രായമായവർക്ക്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് doctors use the information gathered through remote patient monitoring for monitoring patients health status. എന്താണ്? പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ വിവരങ്ങള് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വഴി കളക്ട് ചെയ്തിട്ട് പേഷ്യൻസിനെ നിരീക്ഷിക്കുന്നു, പേഷ്യൻസിന്റെ സ്റ്റാറ്റസ് നിരീക്ഷിക്കുന്നു. Also with these details they can predict or end a situation that would or else require serious medical intervention. എന്താണ്? എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് നടത്തി കഴിഞ്ഞിട്ട് അവരെ വിവരങ്ങൾ എടുത്തുകൊണ്ട് എന്താണ്? ഡോക്ടേഴ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെ, പ്രവചിക്കാനും അവരുടെ കണ്ടീഷനെ കുറിച്ച് അവർക്ക് വിലയിരുത്താനും ഡോക്ടേഴ്സിന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിലയിരുത്താനും സാധിക്കുന്നു. അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ എന്താണ്? ഈ ക്രോണിക് ഹെൽത്ത് സിറ്റുവേഷൻ അല്ലാത്ത എന്താണ്? RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺ, കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്, ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയർ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസസ് അബ്യൂസസ് എക്സെട്ര. എന്താണ്? ക്രോണിക് ഹെൽത്ത് കെയർ അല്ലാതെ എന്താണ്? ഒരുപാട് പ്രായമായ ആളുകൾ അല്ലെ, സീനിയർ സിറ്റിസൺസിന്, ഡിസ്ചാർജ് പേഷ്യൻസിന് ഫോളോ അപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പിന്നെ എന്താണ്? ബിഹേവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, എന്തെങ്കിലും സ്വഭാവ ഇതുള്ളവർക്ക്, പിന്നെ എന്താണ്? സബ്സ്റ്റൻസസ് അബ്യൂസ് അല്ലെ, മയക്കുമരുന്നുകള്, മദ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനൊക്കെ എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വഴി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ബാക്കി എല്ലാവരും പോയോ? ഓക്കെ, ഓക്കെ. മിസ് ഒന്ന് വായിച്ചു നോക്കാട്ടാ, എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കാട്ടാ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.